അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വല അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, നമസ്കാരത്തിലെ മക്രൂഹായ കാര്യങ്ങൾ, അതായത് വെറുക്കപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമസ്കാരം ബാത്തിലാക്കുന്ന, നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരല്പം നിങ്ങളോട് സംസാരിക്കുന്നു. ഒന്നാമതായി മക്രൂഹുകൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ നമസ്കാരം നിഷ്ഫലമാവുകയില്ല, എന്നാൽ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത് ബാധിക്കുന്നു. അവയിൽ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൽ ഇൽത്തിഫാത്ത്, തിരിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു കളയുക, ഖിബ്ലയിൽ നിന്ന് മാറുക. അതാണ് ഖിബ്ലയിൽ നിന്ന് തിരിഞ്ഞ് മറ്റു വശത്തേക്ക് തിരിയുക. അതുപോലെ തന്നെ രണ്ടാമതായി ചില ആൾക്കാർ ഖുശൂ വർദ്ധിക്കാൻ വേണ്ടി, ഭയഭക്തി വർദ്ധിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചു നമസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അറിയുന്നില്ല ഇത് നിസ്കാരത്തിൽ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണ് തുറന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണ് വേണ്ടത്. മൂന്നാമത്തത് കണ്ണുകളെങ്ങനെ ഉയർത്തുക, ആകാശത്തേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തുക, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ തന്നെ കോട്ടുവ ഇട്ടുകൊണ്ടേയിരിക്കുക. നാലാമത്തേത് കൈവിരലുകളെ ഞൊടിയൊടിക്കുക, അതുപോലെ തന്നെ തഷ്ബീക്ക് ചെയ്യുക, ഇങ്ങനെ കൈകൾ കോർത്തു നിൽക്കുക. അഞ്ചാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതലായി ചലിക്കുക, കൂടുതലായി വസ്ത്രം കൊണ്ടോ താടി രോമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുക. ഇത് വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ ഊരക്ക് കൈവച്ചുകൊണ്ട് നിൽക്കുക. അതുപോലെ തന്നെ രണ്ട് കൈകളെ നിലത്തിങ്ങനെ നിവർത്തി വെക്കുക. അതുപോലെ തന്നെ ഇത് മൃഗങ്ങളെ പോലെ, നായയെ പോലെ ഇങ്ങനെ നീട്ടിവെക്കുക. ഇത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ചുമലുകളെ തുറന്നുകൊണ്ട് നമസ്കരിക്കുക, വസ്ത്രമില്ലാതെ നമസ്കരിക്കുക. പിന്നെ ഉറക്കം വരുമ്പോൾ നമസ്കരിക്കുക. ഭക്ഷണകാര്യങ്ങൾ മുന്നിലുണ്ടാവുമ്പോൾ, അതിന് സമയമായപ്പോൾ നമസ്കരിക്കുക. അതുപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇങ്ങനെ നിസ്കാരത്തിന് ശ്രദ്ധ തിരിയുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക. പിന്നെ മറ്റൊരു കാര്യം, ചിലത് പിന്നെ അതിൻ്റെ തർത്തീബില്ലാതെ കൈ ഉയർത്തുന്ന സമയത്ത് കാൽ ഉയർത്തുക, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്താൽ അത് മക്രൂഹുകളിൽ പെട്ടതാണ്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി നമസ്കാരത്തെ നിഷ്ഫലമാക്കി കളയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇങ്ങനെ സംഭവിച്ചാൽ അത് നമസ്കാരത്തെ പൂർണ്ണമായും നിഷ്ഫലമാക്കുകയും അത് നിസ്കാരം ആവർത്തിക്കുകയും വേണ്ടി വരും. അതിൽ ഒന്നാമത്തത് മനഃപൂർവ്വമായിക്കൊണ്ട് നിസ്കാരത്തിലെ അർക്കാനുകളെ, നിസ്കാരത്തിൽ ബന്ധപ്പെട്ട റുക്കുനുകളെ ഒഴിവാക്കുക. അതായത് നിയ്യത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ റുക്കൂ ഒഴിവാക്കുക, സുജൂദ് നിർവഹിക്കാതിരിക്കുക. അങ്ങനെ. രണ്ടാമത്തത് പിന്നെ നിസ്കാരത്തിലെ ഷർത്തുകളിൽപ്പെട്ടതായ ചില കാര്യങ്ങളെ ഒഴിവാക്കുക. അതായത് ഉളു ഇല്ലാതെ തന്നെ നമസ്കരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള നജാസത്ത് ഉള്ളത് പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടാവുക, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടാവുക. ഇങ്ങനെയുള്ളത് നിസ്കാരത്തെ ഷർത്തുകൾ ഒഴിവാക്കിയതിൻ്റെ ഫലമായിക്കൊണ്ട് നിസ്കാരം ബാത്തിലാകും. മൂന്നാമതായിക്കൊണ്ട് മനഃപൂർവ്വം സംസാരിക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തിൽ പെടാത്തതായ സംസാരങ്ങൾ നാവിലൂടെ വരിക. പിന്നെ എന്നാൽ നിസ്കാരത്തിൽ ഇമാമിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക എന്നത് അത് നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല. അതുപോലെ തന്നെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുക, എന്നാൽ പുഞ്ചിരി കൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. പിന്നെ കുടിക്കുക, തിന്നുക നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ. പിന്നെ മനഃപൂർവ്വമായിക്കൊണ്ട് ഔറത്ത് വെളിവാക്കുക. അതുപോലെ തന്നെ പൂർണ്ണമായി തിരിഞ്ഞു കളയുക. നിസ്കാരത്തിൻ്റെ ഖിബ്ലയിൽ നിന്ന് പൂർണ്ണമായി തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് മാറുക എന്നത് നിസ്കാരത്തെ ബാത്തിലാക്കും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ
മലമൂത്ര വിസർജനം പോലുള്ളതായ എന്തെങ്കിലും മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ പുറത്തു വരിക, അത് കാറ്റാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ദ്രാവകമാകട്ടെ പുറത്തു വരികയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ നീയത്തിൽ ഉറപ്പില്ലായ്മ, ഏത് നമസ്കാരമാണ് എന്ന് ഉറപ്പില്ലാതെ നമസ്കരിച്ചാൽ നിസ്കാരം തന്നെ പൂർണ്ണമായി ബാത്തിലാകും. ഇടയ്ക്ക് വെച്ച് ലുഹർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മ വരികയും ലുഹറിലേക്ക് ഞാൻ മാറി എന്ന് നിയത്ത് ചെയ്യുകയും ചെയ്താൽ 2 നമസ്കാരം ഇല്ലാതാകും. അത് ലുഹറും ഇല്ലാതാകും, പിന്നെ അസർ നമസ്കാരവും ഇല്ലാതാകും. അതുകൊണ്ട് നിസ്കാരത്തിന് മുമ്പ് തന്നെ നീയത്ത് ഉറപ്പിക്കണം. അതേ നീയത്തായിരിക്കണം നിസ്കാരം അവസാനം വരെ ഉണ്ടാവുക എന്നത്. അതുപോലെ തന്നെ മനഃപൂർവ്വമായിക്കൊണ്ട് ചില റുക്കുനുകളെയോ ചില വാജിബാത്തുകളെയോ ആവർത്തിക്കുക മനഃപൂർവ്വമായിക്കൊണ്ട്. ഇത് നിസ്കാരത്തെ ഉദാഹരണക്ക് റുക്കുവിനെ 2 പ്രാവശ്യം ചെയ്യുക, സുജൂദിനെ 3 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ ചില നമസ്കാരത്തിൽ പിന്നെ ഇല്ലാത്തതായ കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് തുള്ളുക, അതുപോലെ തന്നെ ഓടുക, നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമസ്കാരം ബാത്തിലാകും. പിന്നെ സലാം ചൊല്ലുക, നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ സലാം ചൊല്ലുക. ഇത് നമസ്കാരത്തെ ബാത്തിലാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ നമസ്കാരം നന്നാക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് സ്വീകാര്യമാകാൻ. അള്ളാഹു നമുക്ക് ഏവർക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമസ്കാരത്തെ പൂർണ്ണമായി നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു അലാ നബിന മുഹമ്മദ്.